നിൽക്കുവാന്ന് വെച്ചാൽ പൊക്കി പിടിച്ചെടുത്തില്ലല്ലോ കഴിക്കാം മതി. പോന്നാ മതി. തല വെട്ടിച്ച് മാറ്റിക്കോണേ. ഒരു മിറ്റിന് വല്ല മേളിൽ തല വെട്ടിച്ച് മാറ്റിക്കോണേ. ഈടം കണ്ട് തീ കയറി. അല്ല അങ്ങ് മേളോട്ട് നോക്കി വെച്ചു. അവിടെ നെറ്റില്ലല്ലോ. ഈടം കണ്ട് തീ കയറിയതാ. വരയാടുകളിവിടെ അല്ല, അങ്ങ് മേളില്. അത് മൂന്നാർ കഴിഞ്ഞിട്ട് രാജമല കയറി പോകണം. അതാ പറഞ്ഞത് അങ്ങോട്ട് വണ്ടി കയറ്റി വിടില്ല. സർക്കാരിന്റെ ബസ്സില് അവിടെ പോയത് പാസ് എടുത്ത് യു എടുത്ത് കയറി പോകണം. അത് പിന്നെ നടക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ട്. ഇതൊക്കെ സെക്കൻഡ് വെച്ചാൽ കയറി പോകും ചേച്ചി. അറിയല്ല നമ്മള് നിൽക്കുന്നതേ തീയേ. 6 കിലോമീറ്റർ ഹൈ ഗിയറിൽ ഇറങ്ങി പോകാനുള്ളെന്ന്. ചുമ്മാ പോയി കഴിഞ്ഞാൽ നേരെ അങ്ങ് നാളെ ചെല്ലും. ഡ്രൈവിംഗ് അറിയാത്തവരൊക്കെ ആൾക്കാരെ ചില ആൾക്കാർ ഇറക്കമാണല്ലോ ന്യൂട്ട് പഠിക്കും. ചില ആൾക്കാർ ചെറിയ ഗിയറിൽ ഇറങ്ങിപ്പോകും. അത് ബ്രേക്ക് ചവിട്ടി പോയാൽ ബ്രേക്ക് തീരും. ബ്രേക്ക് എവിടെയാ പിന്നെ കിട്ടിയല്ല അവിടെ ചേച്ചി. ഇനി ഇവിടെ കയറുമ്പോണ്ടല്ലോ പകലും ഏത് സമയത്തൊരു തണുപ്പാ. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ചൂടാവുള്ളൂ. ഇതന്നെ പുറത്തെ കാറ്റിനൊക്കെ തണുപ്പായി മാറി. എറണാകുളത്തുനിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്നേ. ഈ കോള നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ക്ലിയർ അല്ലാത്തത്. അല്ലെങ്കിൽ അവിടെ നല്ല ക്ലിയർ ആയിട്ട് റൈറ്റ് സൈഡ്. ചിലപ്പോൾ 4 മണി സമയത്തൊക്കെ നല്ല സൂപ്പറായിട്ട് നേച്ചർ കിട്ടും. 4 മണിക്കും കിട്ടാൻ ചാൻസ് ഇല്ല. ഇത്രയും അന്നത്തേക്ക് വീണ്ടും കൂടെ നമ്മൾ ആ മേളത്ത് അവിടെ ചെല്ലണം. ആ വഴി ഇത് പോകുന്നുണ്ടോ അവിടെ ആ ഗ്യാപ്പ് റോഡ് പോകും. ഓക്കെ, അതൊരു ഹൈവേ പോലെ അല്ലേ? ഹൈവേ അത്. ഓ ശരി, അതാണോ ഗ്യാപ്പ് റോഡ്? ഹൈവേ ഈ മലയോരം അല്ല, ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഈ പൂപ്പാറ നെടുങ്കണ്ടം അങ്ങോട്ട് പോകാൻ വേണ്ടി മൂന്നാറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോഡാണ്. പാറ വെട്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മേള് കണ്ടോ പാറ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ ആണ് മണ്ണിടിച്ചിലൊക്കെ പല പ്രാവശ്യം ഉണ്ട്. ആ മേള് വെച്ച് ആ പാറ മൊത്തം ഇടിഞ്ഞു പോകുന്നു. ആ മേളിൽ ചെറിയ ഊർന്ന് പോകുന്നത് കണ്ടോ? ആ പാറ മൊത്തം ആ പാറ മൊത്തം ഇങ്ങ് പോകുന്നു. ഈ ലെഫ്റ്റ് സൈഡിലും കണ്ടോ? ആ പാറ അടുക്ക് പാറയാ. യുക്കാലിപ്സ് അയച്ചാ മരങ്ങൾ വെക്കുന്നുണ്ടോ മേളില്? ആ കമ്പ് കമ്പായിട്ട് വെക്കുന്നത്. ഇല്ല ഈ ഇതൊക്കെ എന്നാ ഹോം സ്റ്റേകളും അതൊരു വരുന്നുണ്ട്. ഇനി ഇവിടെ ഉള്ള വലിയ മണമൊന്നും ഇല്ലാത്ത വിഷമില്ലാത്ത എയറായിരിക്കും ഇവിടുത്തെ. ചേച്ചി തണുത്തിട്ട് താത്തിട്ട് ഓട്ടോ ഉണ്ട് കേട്ടോ. ഓട്ടോ ഉണ്ട്. ഇറങ്ങി പോണോ വേണ്ടെന്ന് ഓർത്തിരിക്കും. ഇറങ്ങിപ്പോയാൽ അവൻ ഇതുവഴി അങ്ങ് പോവുള്ളൂ. പിന്നെ അപ്പുറത്തൂടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാരുണ്ട് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ. അവരെങ്ങനെയാലും എങ്ങനെയാലും കയറ്റിക്കൊണ്ട് വരും. അറിയാൻ മേലാത്തവർക്കൊന്നും ഇവിടെ ഒന്നും അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. ആവേശം റോഡ് നല്ലതാകുമ്പോഴേ നമ്മള് സ്പീഡ് കാണിക്കായിരുന്നാ മതി. പതുക്കെ പോവാണെങ്കിൽ ഒരു വിഷയമില്ല. ഇത് SUV ഒക്കെ വേണം നമ്മുടെ ഇച്ചിരി നല്ല ടയറും. SUV ഉണ്ടായിട്ടും കാര്യമില്ല. SUV ഒക്കെ ആകുമ്പോൾ പവർ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ചവിട്ടി വിട്ടു പോകും. പയ്യെ പോകാവുള്ളൂ. നമ്മളിപ്പോൾ ഗ്യാപ്പ് റോഡിലോട്ട് എന്ന് കയറുവാണേ. അണ്ണം പേടിച്ചു പോയല്ലോ. എന്നാ പറ്റി? വണ്ടി കയറുന്നില്ല അവിടെ. പക്ഷെ ഇതിപ്പോ മഴ മൂടൽ ഉള്ളതുകൊണ്ടേ ചിത്രം നടക്കുന്നത്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ വെയിൽ നമ്മൾ ആ താഴെയൊക്കെ അനുഭവിച്ച വെയിലില്ലേ, ആ വെയിലിന്റെ ചൂട്. ഇപ്പൊ മഴ മൂടല. ഇപ്പൊ എപ്പോഴും മഴ പെയ്യാൻ പോവാ. ഇതന്നെ ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ്. ഓക്കെ കൂൾ.
മൂന്നാർ, ദേവികുളം, മറയൂർ, സൂര്യനെല്ലി, പഴയ തേക്കടി. സൂര്യനെല്ലിയൊക്കെ പോകുന്ന സ്ഥലത്തോട്ടാ കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ. ഇതാണ് ജാപ്പ് റോഡ്. നമ്മളിനി പോകുന്ന മൂന്നാർ. അതിലെ പോയി കഴിഞ്ഞാൽ നമ്മളില്ലേ പൂപ്പാറയിൽ ചെന്ന് ആണ് പാറ വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായി. പാറ വെട്ടി എന്ന് പറഞ്ഞാൽ എഡ്ജുകൾ മാത്രം അല്ലേ? പാറ താവട്ടിക്ക് സ്ലോപ്പായിട്ട് കിടന്ന പാറയാ. ആ. അവിടെ വെട്ടി ഇത്ര ഭാഗം കളഞ്ഞു, അതിങ്ങോട്ട് ചാഞ്ഞ് കിടന്ന പാറയാ ഇങ്ങനെ. എന്നിട്ട് പൊക്കത്തിൽ കൂടെ ഇവിടെ സൈഡ് കെട്ടി കയറി. താഴെ ഉണ്ട് പല സിറ്റികളുണ്ട്, രാജകുമാരി, രാജാക്കാട്. കോട കാരണം വ്യൂ ബ്ലോക്ക് ആകുന്നുണ്ട്. ഇപ്പൊ 12 മണിയായി എന്നിട്ട് കോട കണ്ടില്ലേ? ഒരു 5 മണി ആ, അഞ്ചോ. ഇപ്പൊ ഇത് മഴയ്ക്ക് വേണ്ടിയുള്ള കോട കയറുന്നതാണ്. മഴ പെയ്യാൻ വേണ്ടി വനത്തിൽ നിന്ന് കോട കയറുന്നതാണ്. ആശാൻ വെട്ടി വെട്ടി പോകുന്നു. ചായ കുടിക്കാൻ നോക്കുക. ചായയുടെ ക്രേസ് ഇതുവരെ കഴിഞ്ഞില്ല. ഇത് തേയില മടക്കുകളാണ്. നമ്മള് തലത്തോട്ടിറങ്ങി. ഓ, അത് സായിപ്പായിരുന്നു കേട്ടോ. ആ ഹാ ഹാ. നമുക്ക് ആ സായിപ്പിനെ ഒന്ന് പഠിക്കാം. സാർ അമേരിക്ക ചെന്നാലും കാണത്തില്ലേ? സായിപ്പിനെ വലത്തോട്ട് പോകും സാറേ. ഇത് നമ്മൾ നാളെ ഇവിടെയും വരുന്നില്ല, ഇവിടെ വല്ലതും കണ്ടിട്ട് വന്നോ. ഇവിടെ നമുക്ക് ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഇവിടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തുതരാം. ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം.